ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വിഷയത്തെ പറ്റി പറയാനാണ്. അതായത് 12 എഴുതി എൻ്റെ ആഗ്രഹം സാധിച്ചു. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇവിടെ ഈ ഫിംഗറിൽ 12 എന്ന് പറഞ്ഞ് എഴുതുക. അതൊരു 21 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താഗ്രഹമുണ്ടോ അതെല്ലാം സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണേ. അപ്പം എന്നെ വീഡിയോ കാണിച്ചു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻസ് ഒക്കെ നോക്കി. അപ്പോൾ ഏത് വീഡിയോ അങ്ങനെ ആരുടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ കമൻസ് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റ് ഞാൻ കണ്ടു. കമൻറ്റ് വായിച്ചപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് പറയാം. അതായത് +2 ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നല്ലോ, 10ലെയും +2ൻ്റെ ഒക്കെ. അപ്പോൾ ആ റിസൾട്ട് വന്ന് കുറേ കുട്ടികൾ കുറച്ച് കുട്ടികൾ ഫെയിലായിപ്പോയി. ഇപ്പോൾ ഫെയിലാവുന്നത് കൊണ്ട് നമ്മൾ പരീക്ഷ ഒന്നും അല്ലല്ലോ വലിയ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഫെയിലായെന്ന് പറഞ്ഞാൽ എത്രയോ ഫെയിലായൊരു വലിയ ആൾക്കാരൊക്കെ ആവുന്നുണ്ട്. അപ്പം ഫെയിലായത് അവർക്ക് ജയിക്കാനായിട്ട് അവരിത് ചെയ്യാൻ പോവാണ് എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അടുത്തൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കടമുണ്ട്, അപ്പം ഗോൾഡൊക്കെ പണയത്തിലാണ്, അപ്പോൾ അത് നോട്ടീസൊക്കെ വന്നിരിക്കുകയാണ്, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് എഴുതാൻ പോവാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ടോക്സിക് റിലേഷൻ, അത് ഹസ്ബൻഡ് ഭയങ്കര ടോക്സിക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അവരിത് ഇത്ര ദിവസത്തേക്ക് 21 ദിവസം കണ്ടാണ്, അപ്പോൾ അത് ചെയ്യാൻ പോവാണ് എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ശരിക്കും നമ്മുടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ 12 എന്ന് പറയുന്ന നമ്പർ, അല്ലെങ്കിൽ 12 എന്ന് പറയുന്ന നമ്പർ. അപ്പം അതെന്ന് പറഞ്ഞാൽ അത് ഏഞ്ചൽ നമ്പറാണ്. എന്താണ് ഈ ഏഞ്ചൽ നമ്പർ? അത് മാനിഫെസ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത നമ്പറാണ്. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സാധ്യമാക്കാനായിട്ട് നമ്മൾ ഈ 12 എന്നുള്ള നമ്പർ പല രീതിയിൽ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏഞ്ചൽ നമ്പറിൻ്റെ ബാക്കി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഇതിൽ പറയുന്നതിൻ്റെ കൂട്ട് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിലാണിത് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ കാര്യം ഉള്ളതാണ്. അത് ന്യൂമറോളജി, അസ്ട്രോളജി ഒക്കെ വിശ്വസിക്കുന്നവർക്ക് ഇതുള്ളതാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്നതിൻ്റെ തൊട്ട് നമുക്ക് വിശ്വാസം വേണം, പക്ഷേ അന്ധമായിട്ടുള്ള വിശ്വാസം ആവരുത് അല്ലേ. അപ്പം നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ഈ കമൻസ് ഉണ്ടല്ലോ, ആ കമൻസിൽ വന്ന കാര്യങ്ങളൊക്കെ ഈ 12 എന്ന് പറയുന്ന നമ്പർ ഉദ്ദേശിച്ച് വെച്ച് നടക്കുന്നതാണോ? അപ്പം നമ്മൾ യുക്തിക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്നതെല്ലാം ഓഡിയൻസ് കേൾക്കാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊരു ഓഡിയൻസാണ്. പക്ഷേ ഈ ഓഡിയൻസാണ് ചിന്തിക്കേണ്ടത്. ഈ പറയുന്നത് നമുക്ക് കേൾക്കാം, പക്ഷേ ഈ കേൾക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടതാണോ, നമ്മൾ എടുക്കേണ്ടതാണോ എന്ന് വേണം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്മുടെ യുക്തിക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും പറയുന്നതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയുന്നതിനായാലും നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാവൂ. അപ്പോൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ആർക്കും പറയാമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ അപ്പോഴേ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ നമ്പറിൻ്റെ കാര്യം. അപ്പോൾ ഏഞ്ചൽ നമ്പർ ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുക. അതായത് നമുക്കിപ്പോൾ എക്സാമ്പിൾ എനിക്കൊരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അതെൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരു വിശ്വാസം പോലെ ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ ഒരു വിശ്വാസം വെച്ചിട്ട് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ, അതായത് നമ്മൾ 10 വട്ടം നമ്മുടെ മനസ്സിനെ എന്ത് പറഞ്ഞ് നമ്മൾ തന്നെ വിശ്വസിപ്പിച്ചാൽ അത് നമ്മുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ജോലി വേണം, നമ്മൾ അത്രമാത്രം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ, എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുപോലെയാണ് നമുക്കിപ്പം പൈസ ഒരു കടം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് പണയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അല്ലാതെ വെറുതെ നമുക്ക് ആരെങ്കിലും പൈസ കൊണ്ട് തരുമോ? അപ്പോൾ നമുക്ക് ഒരുപാട് ഇതുപോലെ ഫ്രോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പൈസയുടെ കാര്യത്തിൽ തന്നെ. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെറുതെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതിന് ചെയ്യുന്നതിനോ ഒന്നും ആരും നമുക്ക് പൈസ തരാറില്ല. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പൈസ കിട്ടത്തുള്ളൂ. അതുപോലെയാണ് എല്ലാ കാര്യവും. അപ്പം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ, ആ റിലേഷനിൽ ഈ പറയുന്നുണ്ടിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ റിലേഷൻ അവരെ നന്നാക്കി നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആവുന്ന കാര്യമല്ല. വല്ലപ്പോഴും വല്ലയിടത്തുമൊക്കെ എന്നിരുന്നാലും അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ സീരിയൽസ് അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ കൂടുതൽ സീരിയലൊക്കെ കാണുന്നവർക്ക് അതിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ടോക്സിക്കായ ഹസ്ബൻഡ് കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അത് മാറുന്നു. പക്ഷേ അതൊന്നും ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിന്ന് നമ്മൾ നോ പറഞ്ഞു പോകുന്നതായിരിക്കും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഭേദം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ. ഹസ്ബൻഡോ വൈഫോ ആരായാലും നോ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അതല്ല
കുട്ടികളുടെ എക്സാമിൻ്റെ കാര്യത്തിൽ നമ്മൾ പേപ്പറിൽ എന്തെങ്കിലും വേണ്ടേ, അത് എഴുതിയാൽ മാത്രമല്ല നമുക്ക് ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്ത് നമുക്ക് മാർക്ക് തരത്തുള്ളൂ. അല്ലാതെ ഈ നമ്പർ എഴുതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്തു, ഇത്ര ദിവസം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ? അപ്പോൾ നമ്മൾ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം എന്ത് കാര്യവും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ടെങ്കിലും നിങ്ങളത് കേൾക്കാറുണ്ടെങ്കിലും നമ്മൾക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ നമ്മളത് ചിന്തിച്ചിട്ട് മാത്രമേ എന്ത് കാര്യവും നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും പറയാനാവുന്നത്. അപ്പം ഒരുപാട് കമൻറ്റ്സ് ഞാൻ അതിനകത്ത് കണ്ടു. അപ്പം എൻ്റെ ഫ്രണ്ട് ഇത് പറഞ്ഞ് അവൾ ഇതിൽ വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ പോകുന്ന പോലെ അപ്പോൾ ഷെയർ ചെയ്ത് പോകുന്ന പോലെ എന്തെങ്കിലും ഈ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ ഓക്കെ നമുക്കത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലുള്ള മെയിനായിട്ടുള്ള കാര്യത്തിലൊക്കെ ഇതുപോലെ നമ്മൾ വിശ്വസിച്ച് ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ നമുക്ക് എന്തായിരിക്കും, അട്ടർ ഫെയിലിയർ ആയിരിക്കും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേട്ടിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമേ എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നിങ്ങൾ ചിലപ്പം ചിലരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുകൊണ്ടും ഉണ്ടാവത്തില്ല, ചിലരൊക്കെ ഉണ്ടായിരിക്കും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ഇതിനെപ്പറ്റി, ചിലപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സിന് ബലം കൊടുക്കാൻ വേണ്ടി, നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഡൗൺ ആക്കാതെ അതിലോട്ട് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബാക്കപ്പ് മാത്രമാണ് ഈ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ഈ ഏഞ്ചൽ നമ്പർ കണ്ണും അടച്ച് നിങ്ങൾ എഴുതിയാൽ എന്ത് നടക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണ്ടേ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വരാനുള്ളത് എപ്പോഴായാലും നമുക്ക് വരും. വിശ്വാസമാവാം, പക്ഷേ ഒരുപാട് അന്ധവിശ്വാസത്തിലേക്ക് പോകാതിരിക്കുക. അതുപോലെ ഈ പറഞ്ഞ എന്ത് കാര്യം കേട്ട് കഴിഞ്ഞാലും നമുക്കെന്താണോ വേണ്ടത് അത് മാത്രമേ നമുക്ക് എടുക്കാവൂ. നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.